നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കേബിൾ TV ഓപ്പറേറ്റീവ് അസോസിയേഷൻ സിഒയുടെ 14ാമത് കോതമംഗലം മേഖലാ സമ്മേളനം മൂവാറ്റുപുഴയിൽ നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹനൻ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിന്റെ ഭാഗമായി പുതിയ ഭാരവാഹികളും സ്ഥാനം ഏറ്റെടുത്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് കോതമംഗലം മേഖലാ സമ്മേളനമാണ് മൂവാറ്റുപുഴയിൽ നടന്നത്. മൂവാറ്റുപുഴ രാജ് റിവേരിയ ഹോട്ടലിൽ നടന്ന മേഖലാ സമ്മേളനം സിഒഎ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനാപരമായ നമ്മുടെ നിലപാടുകൾക്കൊപ്പം പോയില്ല എങ്കിൽ തീർച്ചയായും സംഘടന ശക്തമായ നടപടികൾ എടുത്ത ചരിത്രമുണ്ട്. അതുതന്നെയാണ് കോതമംഗലത്തെ സംബന്ധിച്ച് കോതമംഗലം മേഖലാ സെക്രട്ടറിയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത്, ഇങ്ങനെ നിലപാടുകളുള്ള ഒരു സംഘടന ആയതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ സംഘടനയിൽ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുണ്ട്, വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടുകളുള്ള ആളുകളുണ്ട്, വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളുടെ ലേബൽ ജയിച്ച് ജനപ്രതിനിധികളായിട്ടിരിക്കുന്ന ആൾ. അതിന്റെ ഉദാഹരണമാണ് നമ്മുടെ ജില്ലാ പ്രസിഡന്റ്. അപ്പൊ അതില് കോൺഗ്രസിന്റെ അംഗങ്ങളുണ്ട്, ഇടതുപക്ഷത്തിന്റെ അംഗങ്ങളുണ്ട്, BJPയുടെ അംഗങ്ങളുണ്ട്. പക്ഷെ ഇതൊന്നും ഈ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഈ മതപരമോ അതല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും നമ്മുടെ സംഘടനയ്ക്ക് അത് ഉയർന്നു വരാറില്ല. ഇവിടെ നമ്മുടെ ഒരു ഒറ്റ പൊതു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലുള്ള നിലപാടുകളെ ഉണ്ടാകാറുള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിൽ നാം തീരുമാനങ്ങൾ എടുക്കാറുള്ളൂ. അപ്പൊ ആ നിലയ്ക്ക് നോക്കുമ്പോൾ അങ്ങനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച തരത്തിലുള്ള കൃത്യമായ ഇടപെടലുകളും നിലപാടുകളുടെയും അടിസ്ഥാനത്തിൽ മുമ്പോട്ട് പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളിലുള്ള ആളുകളുള്ള ഒരു സംഘടനയായിട്ട് പോലും നമ്മുടെ സംഘടനയ്ക്ക് കെട്ടുറപ്പോടെ കേരളത്തിലെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ സംഘടനയായി കഴിഞ്ഞ 3 പതിറ്റാണ്ടായി നിൽക്കാൻ കഴിയുന്നതും, അതോടൊപ്പം തന്നെ നമ്മൾ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ബിസിനസിനെ കേരളത്തിലും ഇന്ത്യയിലും അറിയപ്പെടുന്ന സംവിധാനങ്ങളാക്കി മാറ്റുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കേബിൾ TV, ബ്രോഡ്ബാൻഡ് മേഖലയിൽ നിക്ഷിപ്ത താൽപര്യത്തോടെ പ്രവർത്തിച്ചു വരുന്ന വൻകിട കമ്പനികൾക്കെതിരെ ജനകീയ പ്രതിരോധം തീർത്തുകൊണ്ട് കേരള വിഷൻ കേരളത്തിൽ 1ാം സ്ഥാനത്ത് തുടരുകയാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് രാജ്യത്തെ ഇന്റർനെറ്റ് സേവനദാതാക്കളിൽ 8ാം സ്ഥാനത്ത് കേരള വിഷൻ എത്തിയിട്ടുണ്ട്. ആധുനിക സാങ്കേതിക മുന്നേറ്റത്തെ നേരിടാൻ വലിയ മുതൽ മുടക്ക് വേണ്ടിവരുന്ന ഈ കാലഘട്ടത്തിൽ 5 നോക്കുകൾ സ്ഥാപിച്ചുകൊണ്ടും 87 സപ്പോർട്ട് സെന്ററുകൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടും ഏതൊരു കുത്തക കമ്പനികളെയും നേരിടുവാൻ സംഘടിത ശക്തിയായി അസോസിയേഷൻ മാറിയിട്ടുണ്ട്. ഗ്രാമീണ മേഖലയിലെ ബ്രോഡ്ബാൻഡ് സാന്ദ്രതയിൽ 2ാം സ്ഥാനത്താണ് സിഒഎ. വലിയ പ്രതിസന്ധികൾ നേരിടുന്ന കാലഘട്ടത്തിലാണ് അസോസിയേഷന്റെ കോതമംഗലം മേഖലാ സമ്മേളനം നടക്കുന്നത്. മേഖലാ പ്രസിഡന്റ് TJ ജെറാൾഡ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. മേഖലാ കമ്മിറ്റി അംഗങ്ങളായ TA ഷൗക്കത്ത് അലി, സണ്ണി സേവിയർ, മേഖലാ സെക്രട്ടറി സജി പോൾ, ട്രഷറർ N ജയൻ, ഓഡിറ്റർ NA ജെയിംസ്, ജില്ലാ സെക്രട്ടറി ബിജു ജോസഫ്, സംസ്ഥാന കമ്മിറ്റി അംഗം PS രജനീഷ്, ജില്ലാ പ്രസിഡന്റ് MA സുധീഷ്, ജില്ലാ ട്രഷറർ TS സന്തോഷ്, മേഖലാ നിരീക്ഷകൻ അശോകൻ തുടങ്ങിയവർ പങ്കെടുത്തു. സമ്മേളനത്തിന്റെ ഭാഗമായി 9 അംഗ പുതിയ മേഖലാ കമ്മിറ്റിയും നിലവിൽ വന്നു. പ്രസിഡന്റായി TA ഷൗക്കത്ത് അലി, വൈസ് പ്രസിഡന്റായി സുഭാഷ്, സെക്രട്ടറിയായി സജി പോൾ, ജോയിന്റ് സെക്രട്ടറിയായി രാജു CS, ട്രഷററായി ജയൻ N, സണ്ണി സേവ്യർ, ഷാജൻ പോൾ, ജോണി തോമസ്, അനീഷ് KV എന്നിവരടങ്ങിയ 9 അംഗ കമ്മിറ്റിയാണ് നിലവിൽ വന്നത്. ഓഡിറ്റർമാരായി എൽദോസ് MM, ബെന്നി മാത്യു എന്നിവരും ചുമതലയേറ്റു. ഒമാനിയ മൊബൈൽസ്, AM റോഡ്, പെരുമ്പാവൂർ, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ.